നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിനായി ക്രമീകരണം നടത്തിയതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ മാസം 23, 24, 25 തീയതികളിലായിട്ടാണ് 9 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചവർക്കുള്ള വോട്ടിനായുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങായ അപൂർവ മംഗല്യം 2024 മെയ് 2 നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിനായി ക്രമീകരണം നടത്തിയതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ മാസം 23, 24, 25 തീയതികളിലായി പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിനായി ക്രമീകരണം നടത്തിയതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ മാസം 23, 24, 25 തീയതികളിലായി പോസ്റ്റൽ വോട്ട് ചെയ്യാനായുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 9 നിയോജക മണ്ഡലങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രത്യേക ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കിയത്. അരൂരിൽ പള്ളിപ്പുറം NSS കോളേജിലും ചേർത്തലയിൽ സെന്റ് മൈക്കിൾസ് കോളേജിലും ആലപ്പുഴയിൽ SDV ഗേൾസ് HSSലുമാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സെന്റ് ജോസഫ് ഗേൾസ് HSS ആലപ്പുഴയും കുട്ടനാട് മണ്ഡലത്തിൽ സെന്റ് മേരീസ് HSS ചമ്പക്കുളത്തും ഹരിപ്പാട് മണ്ഡലത്തിൽ ഗവൺമെന്റ് ബോയ്സ് HSSലും കായംകുളത്ത് TKMM കോളേജിലും മാവേലിക്കര മണ്ഡലത്തിൽ ബിഷപ്പ് ഹോഡ്ജസ് HSSലും ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കോളേജിലും ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമെന്നും അധികൃതർ പറഞ്ഞു. 23, 24, 25 തീയതികളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സമാധാനപരമായും ക്രമമായുമുള്ള വോട്ടെടുപ്പിനും വോട്ടർമാർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സത്തിനോ വിധേയമാകാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം. അംഗീകൃത പ്രവർത്തകർക്ക് അനുയോജ്യമായ ബാഡ്ജുകളും ഐഡന്റിറ്റി കാർഡുകളും നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം സമ്മതിദായകർക്ക് വിതരണം ചെയ്യുന്ന അടയാളക്കുറിപ്പുകൾ വെറും വെള്ളക്കടലാസിൽ ആയിരിക്കണം. അതിലേതെങ്കിലും ചിഹ്നമോ സ്ഥാനാർത്ഥിയുടെ പേരോ കക്ഷിയുടെ പേരോ ഉണ്ടാകില്ലെന്നും തീരുമാനമെടുക്കണം. വോട്ടെടുപ്പ് ദിവസവും അതിനു മുമ്പുള്ള 24 മണിക്കൂറിനുള്ളിലും മദ്യം നൽകുകയോ വിതരണം നടത്തുകയോ ചെയ്യരുത്. പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകർക്കും അനുഭാവികൾക്കുമിടയിൽ സംഘർഷം ഒഴിവാക്കാൻ പോളിംഗ് ബൂത്തിനരികെ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നിർമ്മിച്ചിട്ടുള്ള ക്യാമ്പിന് സമീപം അനാവശ്യമായ ആൾക്കൂട്ടം തടയണം. സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ ആർഭാടരഹിതമാണെന്ന് ഉറപ്പുവരുത്തുക. അവർ ഏതെങ്കിലും ചുവർ പരസ്യങ്ങളോ കൊടികളോ ചിഹ്നമോ മറ്റ് പ്രചാരണ വസ്തുക്കളോ പ്രദർശിപ്പിക്കരുത്. ക്യാമ്പുകളിൽ ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനോ ആൾക്കൂട്ടം അനുവദിക്കാനോ പാടില്ല. വോട്ടെടുപ്പ് ദിവസം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് അധികാരികളുമായി സഹകരിക്കുകയും അതിനായി പെർമിറ്റ് വാങ്ങി അതാത് വാഹനങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്നും ഇലക്ഷൻ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി എന്നാണ് സംശയം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നീർക്കുന്നം കാളക്കാട് മോഹനന്റെ കോഴികളാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ചത്തൊടുങ്ങിയത്. വെറ്റിനറി ഡോക്ടർ S. ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇത് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചു.
എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ 17,280ഓളം പക്ഷികളെ കൊന്നൊടുക്കിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ വീണ്ടും 100-ലധികം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങിയത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ആരിഫിന്റെയും മാവേലിക്കര മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെയും വിജയം ഉറപ്പുവരുത്തുന്നതിനായി ഇനിയുള്ള ദിവസങ്ങളിൽ സമിതി അംഗങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനായി തീരുമാനമെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാര മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഏതൊരു മനുഷ്യന്റെയും നിലനിൽപ്പിന് പോലെ തന്നെ വ്യാപാര മേഖലയിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴയിൽ ശ്രീ AM ആരിഫിനെയും മാവേലിക്കരയിൽ CA അരുൺകുമാറിനെയും വിജയിപ്പിക്കുന്നതിനുള്ള മുഴുവൻ സമയ പ്രവർത്തകരായി മുഴുവൻ വ്യാപാരികളും ഇറങ്ങുകയാണ്. വ്യാപാര സമൂഹം ആകമാനം ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തുപകരുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നടപ്പിലാക്കുവാനും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നിലനിർത്തിയത് ആ മതേതര രാജ്യമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പൗരന്റെ മൗലികാവകാശത്തെ തന്നെ പാടെ തകർത്തെറിയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ശക്തമായ തിരിച്ചടി നൽകേണ്ടത് മതേതര ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സമിതി ജില്ലാ പ്രസിഡന്റ് MM ഷെരീഫ്, സെക്രട്ടറി S ശരത്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു, BS അഫ്സൽ, KX ജോപ്പൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങായ അപൂർവ മംഗല്യം 2024 മെയ് 2 നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അപൂർവ സൊസൈറ്റിയുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങായ അപൂർവ മംഗല്യം 2024 മെയ് 2 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 11നും 12നും മധ്യേ ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. മതമൈത്രിക്ക് പേരുകേട്ട ആലപ്പുഴയിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നിർധനരും നിരാലംബരുമായ 3 പെൺകുട്ടികൾക്കാണ് അപൂർവയുടെ നേതൃത്വത്തിൽ പുതുജീവിതം നൽകുന്നത്. 7 പവൻ സ്വർണ്ണാഭരണവും വസ്ത്രവും ഭക്ഷണവും അടക്കമുള്ള എല്ലാ ചെലവുകളും അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി വഹിക്കും. നേരത്തെ ചികിത്സാ ധനസഹായ പദ്ധതി, നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണ പദ്ധതി, വിഷു, ഓണം, ക്രിസ്തുമസ്, പെരുന്നാൾ അടക്കം വിശേഷ ദിവസങ്ങളിൽ നിർധനർക്കുള്ള സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം, പഠനോപകരണ വിതരണമടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ആകെ നടപ്പാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ, വിവിധ മതപുരോഹിതർ അടക്കം വിവാഹ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാഹം, സമൂഹ വിവാഹം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയ് 2 ഇവിടെ ആലപ്പുഴ വെച്ച് തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 കപ്പിൾസിനെയാണ് ഞങ്ങൾ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നത്. ഒരു ഹിന്ദു വധുവരനും ഒരു ക്രിസ്ത്യൻ വധുവരനും ഒരു മുസ്ലിം കപ്പിൾ, അങ്ങനെ 3 കപ്പിൾസിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരു കപ്പിളിൻ്റെ, ക്രിസ്ത്യൻ കപ്പിളിൻ്റെ കുറച്ച് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതൊരു കിട്ടിയ ഒരു കപ്പിൾ അത്ര നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ക്ലിയർ ആയില്ല. അപ്പം അതൊന്നും ഞങ്ങളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം സെക്കൻഡിന് ഞങ്ങളിപ്പോൾ 2 വിവാഹമാണ് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മറ്റേ 3ാമത്തെ വിവാഹം വിത്തിൻ 3 months ഇതേപോലെ. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ ഡോക്ടർ മരിയ ഉമ്മൻ, കമാലം അക്കീൽ എന്നിവരെ കൂടാതെ പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം, സെക്രട്ടറി ഹസീന നൌഷാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ AM ഷിറാസ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിനായി ക്രമീകരണം നടത്തിയതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു.
ഈ മാസം 23, 24, 25 തീയതികളിലായിട്ടാണ് 9 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചവർക്കുള്ള വോട്ടിനായുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ വീണ്ടും 100ഓളം മുട്ടക്കോഴികൾ ചത്തൊടുങ്ങി. പക്ഷിപ്പനി ബാധിച്ചാണ് മുട്ടക്കോഴികൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നീർക്കുന്നത്താണ് സംഭവം. സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായും അധികൃതർ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങായ അപൂർവ മംഗല്യം 2024 മെയ് 2 നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.